വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ് എന്താണമ്മേ സ്വാതന്ത്ര്യം. ഈ പാഠത്തിൻ്റെ മുഖ്യ ആശയം സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യദിനവുമാണ്. ഈ പാഠം ഒരു ഡയറി രൂപത്തിലാണ് തന്നിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് 15 വ്യാഴം. ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷമായിരുന്നു. പതിവിലും നേരത്തെ സ്കൂളിൽ പോയി. ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന 3 നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി. കുഞ്ഞ് ദേശീയ പതാക കയ്യിലെടുത്തു. അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു. എനിക്ക് സന്തോഷമായി. വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ. കുങ്കുമം, വെള്ള, പച്ച നിറത്തിലുള്ള തോരണങ്ങൾ. വാഹനങ്ങളിലെല്ലാം മൂവർണ്ണക്കൊടികൾ. വഴിയിൽ പലയിടത്തും പായസവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളും 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലും പായസം ഉണ്ടായിരുന്നു. അടപ്രഥമൻ. ഞങ്ങൾ പായസം കുടിച്ചു. നല്ല സ്വാദ്. എനിക്കിഷ്ടമായി. ഉച്ചയ്ക്ക് വീട്ടിലെത്തി. കൂട്ടുകാരോടൊപ്പം കളിച്ചു. ടിവിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു? സ്കൂൾ 3 നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്ന് നിന്നു. ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിൽ അടപ്രഥമൻ ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും പായസം കുടിച്ചു. കവിത വായിക്കാം, ഈണത്തിൽ ചൊല്ലാം. സ്വാതന്ത്ര്യം. ചന്തുവിനുണ്ടൊരു സന്ദേഹം, എന്താണമ്മേ സ്വാതന്ത്ര്യം? ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ്. ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ. ചന്തുവിനുത്തരമെന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ. ബന്ധനമില്ലെന്നാകീടിൽ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം. ബന്ധനമില്ലെന്നാകീടിൽ അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം. കെ പല്ലശനയുടെ കവിതയാണിത്. കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം. ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ. കൂട്ടിലിരുന്ന് കിങ്ങിണി തത്ത കൊഞ്ചി പറഞ്ഞു. പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി. കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി. കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു. വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി. കേക്ക് മുറിച്ചു. പിറന്നാൾ സദ്യ ഉണ്ടു. കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചു തിമിർത്തു. പിറന്നാൾ കെങ്കേമമായി. സാരംഗിന് സന്തോഷമായി. രാത്രിയായി. കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത്. പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ. അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും? അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാവും. സാരംഗിന് ഉറക്കം വന്നില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. കുറുക്കൻ്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും വകവയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു. വരാന്തയുടെ അങ്ങേ തലയ്ക്കലേക്ക് നടന്നു. എങ്ങും ഇരുട്ട്. അവൻ പക്ഷിക്കൂടിനടുത്തെത്തി. കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക്. സാരംഗ് കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കൂട് തുറന്നു. കിങ്ങിണി വന്ന് അവൻ്റെ കയ്യിലിരുന്നു. അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. സാരംഗ് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും? നിനക്ക് നിൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് പോകണോ? നിന്നെ കൂട്ടിൽ നിന്നും തുറന്നു വിടണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മഹാത്മജി എന്ന കവിത ഈണത്തിൽ പാടാം. മുൻവരെ പല്ലു പോയ മോണ കാട്ടി ചിരിച്ചോരാൾ
ചമ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ? അതാണു ഗാന്ധിയപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ. കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്നു പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛനെന്നർത്ഥമായിടും. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി എന്നുള്ള പേരുനീളെ പ്രസിദ്ധമായി. മഹാത്മാഗാന്ധി എന്നുള്ള പേരുനീളെ പ്രസിദ്ധമായി. നമ്മുടെ പതാക, നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാക എന്നറിയപ്പെടുന്നു. നമ്മുടെ ദേശീയ പതാകയിൽ മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള, താഴെ പച്ച നിറവുമാണ്. വെള്ളയുടെ മധ്യത്തിലായി നാവിക നീല നിറത്തിൽ 24 ആരക്കാലുള്ള അശോക ചക്രമുണ്ട്. പതാക നിർമ്മിക്കുമ്പോൾ 3:2 എന്ന അനുപാതം പാലിക്കണം. 3 നീളത്തെയും 2 വീതിയെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരതയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. വെള്ള നിറം സത്യസന്ധത, സമാധാനം എന്നിവയുടെയും, പച്ചനിറം വിശ്വാസം, ധീരത, സമൃദ്ധി എന്നിവയുടെയും പ്രതീകമാണ്. ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. ചാച്ചാജിയുടെ റോസാപ്പൂവ്. നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു, അതുപോലെ പൂക്കളെയും. ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു. അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു. പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി. കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി. അന്നു മുതലാണത്രേ നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത്. സ്വാതന്ത്ര്യദിനം 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. രാജ്യത്തുടനീളം അന്നേ ദിവസം ദേശീയ പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സാംസ്കാരിക പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. അന്ന് ഇന്ത്യയിൽ പൊതു അവധി ദിവസമാണ്.